ഹായ് ഗായ്സ്, നമുക്കൊന്ന് ഇന്ന് സിത്താര സമീൻ പർ മൂവി കാണാൻ പോയാലോ? ആക്ച്വലി ആ മൂവി തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹം തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന്. സോ ഞങ്ങൾ ലുലുവിലുള്ള PVR ടിക്കറ്റ് ബുക്ക് ചെയ്തേ. അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലുലു മോളെത്തി. ഫസ്റ്റ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, പിക്കിൾസും ഒരു 2-3 ഐറ്റംസും. ആക്ച്വലി ലുലുവിലെ പിക്കിൾസിൻ്റെ ഭയങ്കര ഫാനാണ് ഗൈസ് ഞാൻ. യമ്മി പിക്കിൾസ് ആട്ടോ. പക്ഷേ ലുലുവിലെ ഫുഡ് ഐറ്റംസിൻ്റെ ഫാനല്ല ഞാൻ, ബിക്കോസ് എനിക്കത് എപ്പോഴും അപ്പീലിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ബട്ട് ടേസ്റ്റ് വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ക്യാരി ബാഗ് മേടിക്കാതെ എല്ലാം കൂടെ ഒരു കവറിലിട്ട് നേരെ PVRലോട്ട് പോയി. സ്ക്രീൻ 4-ലായിരുന്നു സിത്താര സമീൻ പർ ഷോ. അങ്ങനെ പോപ്കോണൊക്കെ ഇൻ്റർവെല്ലിന് മേടിക്കാമെന്ന് മൈൻഡ് സെറ്റ് ചെയ്ത് ഞങ്ങൾ സ്ക്രീൻ 4-ലോട്ട് നടന്നു. ആക്ച്വലി കുറച്ച് എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് മൂവിയാണ് താരെ സമീൻ പർ. ചൈൽഡ്ഹുഡിൽ മാത്രമല്ല, ഇപ്പോഴും ഫേവറേറ്റ് മൂവിയാണ് താരെ സമീൻ പർ. എപ്പോൾ മൂവി കണ്ടാലും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവണ ഒരു മൂവിയാണ്, ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവണ ഒരു മൂവിയാണ്. സോ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മളിവിടെ സിത്താര സമീൻ പറും കാണാൻ വന്നിരിക്കുന്നത്. അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൂവി തുടങ്ങി. സത്യം പറയാലോ, നല്ലൊരു മൂവി തന്നെയായിരുന്നു. നിയർലി 3 hours ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് മൂവി ആക്ച്വലി. ഹ്യൂജ് റെസ്പെക്ട് ടു അമീർ ഖാൻ. നമുക്ക് താരെ സമീൻ പറിൻ്റെ അത്ര ഇമോഷണൽ ആവില്ല, ബട്ട് സ്റ്റിൽ ലൈഫിനെ കുറിച്ച് കുറേ റിയലൈസേഷൻസ് തരുന്നൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. ഇതൊരു അൺപ്ലാൻഡ് വ്ളോഗായിരുന്നു, അതിൻ്റേതായ അപാകതകളുണ്ടാവും. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ബൈ.